നമസ്കാരം. കാനഡയിൽ ഒരു ഭീകരമായൊരു വെടിവെപ്പുണ്ടായിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന സ്ഥലത്ത് ടംബ്ലർ റിഡ്ജ് എന്ന ചെറു പട്ടണത്തിലെ ഒരു സ്കൂളിലാണ് വെടിവെപ്പുണ്ടായിരിക്കുന്നത്. ആ സ്കൂളിലും അതിൻ്റെ തൊട്ടടുത്ത ഒരു വീട്ടിലുമായിട്ട് വെടിവെപ്പ് നടന്നു. 10 പേര് മരണപ്പെട്ടിട്ടുണ്ട്. 25ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഒരു സ്ത്രീയാണ് അതിനകത്ത് മുഖ്യമായിട്ട് ഈ വെടിവെപ്പ് നടത്തിയത്. ആ സ്ത്രീയും സ്വയം വെടിവെച്ച് മരണപ്പെട്ടതായിട്ടാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ആ സ്ത്രീ ആരാണെന്നോ ഈ വെടിവെപ്പിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നോ യാതൊരുവിധ വിവരങ്ങളും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അന്വേഷണം ശക്തമായിട്ട് നടക്കുന്നു. എന്താണെങ്കിലും അത് കാനഡയെ സംബന്ധിച്ച് വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. എന്തായാലും കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇരകളുടെ കുടുംബങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ശക്തമായ അന്വേഷണം നടത്തുമെന്നും ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറംലോകത്തെ അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മളിത് കാണേണ്ടത് ഇത്തരം ഭീകര ആക്രമണങ്ങൾ, ഇത് ഭീകരമാണോ തീവ്രാക്രമണമാണോ എന്താക്രമണമാണെന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ ആയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഏതോ ഒരു തീവ്രവാദി ആക്രമണം പോലെയാണ് തോന്നിക്കുന്നത്. എന്തായാലും അതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഉള്ളപ്പോൾ ഇത്തരം ചില പുഴുക്കൂത്തുകൾ എവിടെയും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതേപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നന്ദി.